അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് നോക്കൂ, ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന് പറയുന്നു. മാത്രമല്ല, ഇതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നു. ഈ സുരക്ഷിത ഡൽഹി എന്ന മുദ്രാവാക്യം ഉയർത്തുന്നവരോട് ചോദിക്കാനുള്ളത് ഇതാണോ സുരക്ഷിത ഡൽഹി എന്നുള്ളത്. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷത്തുള്ള സംഘടനകളും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ പറയുന്നത് സുരക്ഷാ വീഴ്ചയാണ്. അത് ഏറ്റെടുത്ത് മാധ്യമങ്ങളും വലിയ പ്രചരണം നടത്തുന്നുണ്ട്. വലിയ എന്തൊരു വീഴ്ച, സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവർ കുട്ടിഘോഷിക്കുന്നത്. പക്ഷേ നേരത്തെ ഡോക്ടർ ആരിഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് 8 ഓപ്പറേഷനുകൾ, അതിൽ 7 അത് ദുർബലമാക്കി, ഡിഫ്യൂസ് ചെയ്യാൻ പറ്റി നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക്. പക്ഷെ 1 കൈവിട്ടുപോയി. അതിൽ തന്നെ ഒരു ടീമിൽ 4 പേരെ പിടികൂടി. പക്ഷേ ഒരാൾ ആ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ ചെങ്കോട്ടയിലേക്ക് എത്തുന്നു, ചാവേറാകുന്നു, സ്ഫോടനം നടത്തുന്നു. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ എന്തോ വലിയ കുഴപ്പം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നില്ലേ? ഈ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട ന്യായമെന്ന് പറഞ്ഞ രീതിയിൽ ബീഹാറിലെ ഇലക്ഷനുമായിട്ട് ആവശ്യമില്ലാതെ ഇതിനെ കൂട്ടിക്കെട്ടിയതാണ്. ഭാരതത്തിന്റെ ഇന്റലിജൻസ് സംവിധാനവും ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തന്നെ ബാക്കി ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന സംവിധാനങ്ങളാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ അനിൽ നമ്പ്യാരെ, നമ്മൾ ഈ ഇന്നത്തെ ചർച്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് തീവ്രവാദം വൈറ്റ് കോളറിലോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ യോജിപ്പില്ല ആ ഹെഡിങ് കൊടുത്തതിനോട്. കാരണം തീവ്രവാദവും ഭീകരവാദവും രണ്ടാണ്. ഈ ഭാരതത്തിലും ലോകമെമ്പാടും ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഭീകരവാദമാണ്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആശയം നടപ്പാക്കാൻ വേണ്ടി സമാധാനപരമായി വളരെ ജനാധിപത്യ രീതിയിൽ തീവ്രമായി പോരാടുന്നതിനെയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. പക്ഷെ ഇത് എന്താണ്? ഇത് തീവ്രവാദമേ അല്ല. തീവ്രവാദം വൈറ്റ് കോളറിൽ നടക്കുമെങ്കിലും ഭീകരവാദത്തിന്റെ കോളറിന്റെ നിറം പച്ച തന്നെയാണ്. അത് ലോകത്തെ ഏത് സമൂഹം എടുത്തു നോക്കിയാലും ആ പച്ച നിറത്തിലുള്ള കോളറിൽ തന്നെയാണ് ഭീകരവാദം നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2001 സെപ്റ്റംബർ മാസം 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി ഒരു സർവേ നടത്തി. എന്തായിരുന്നു ആ സർവേയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, അതുവരെയുള്ള ലോകധാരണ, ലോകത്തിലുള്ള ഭീകരവാദികളൊക്കെ തന്നെ വളരെ മോശം അവസ്ഥയിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, പരിവട്ടത്തിൽ നിന്ന്, മോശമായ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ്. പക്ഷേ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഞാൻ പറഞ്ഞ ഈ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിക്കാർ നടത്തിയ ഒരു 150 ഭീകരരെ അവർ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അന്വേഷണം നടത്തി. ആ 150 ഭീകരരുടെയും പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ ഉന്നത കുലജാതരായിട്ടുള്ള, വലിയ വിദ്യാഭ്യാസമുള്ള, സാമ്പത്തികമായ മികച്ച അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നു ഇവർ എന്ന് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഇന്നലെ ഈ ഭാരതത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന് മുമ്പ് 4 ദിവസമായി അറസ്റ്റ് ചെയ്യപ്പെട്ട 4ഓളം ഡോക്ടർമാരെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ മതേതര രാജ്യത്ത് ഒരു ഡോക്ടറെ സമീപിക്കാൻ പോലും പേടിയാകുന്ന രീതിയിലേക്ക് ഇസ്ലാമിക ഭീകരവാദം മാറി എന്ന് പറയുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് ഈ ഭാരതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഐക്യരാഷ്ട്ര സംഘടന ഏകദേശം 100ഓളം ഡെഫിനിഷനുകൾ ഭീകരവാദം, ഞാൻ തീവ്രവാദം എന്ന വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഭീകരവാദം എന്ന് പറയുന്ന വാക്കിന് 100ഓളം ഡെഫിനിഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടി, അത് മതപരമായ ലക്ഷ്യമാവാം, ഭരണപരമായ ലക്ഷ്യമാവാം, ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടി വ്യക്തികൾ, പൊതുജനങ്ങൾ, ഭരണകൂടം എന്നിവയ്ക്കെതിരെ ആയുധമെടുത്ത് പോരാടുന്നതിനെയാണ് ഈ ഭീകരത പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്നലെ നടന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതൊക്കെ സമയത്ത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന്റെ ധാരാളം ബന്ധുക്കളെ ഭാരതത്തിന്റെ സൈന്യം പല കാലത്തായി കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അനന്തരവനായിരുന്നു, അദ്ദേഹത്തിന്റെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിരുന്ന മസൂദ് അസൂദിന്റെ അനന്തരവനായിട്ടുള്ള അൽഹ റഷീദിനെ 2017 ഭാരത സൈന്യം വധിക്കുകയുണ്ടായി. അതിന് തിരിച്ചടിയായി ഉടൻ തന്നെ ഇവർ ജെയ്ഷെ മുഹമ്മദ് ചെയ്തത് എന്താണ്? പുൽവാമ ആക്രമണം നടത്തി. ആദ്യത്തെ ഉദാഹരണമാണ്. അതിനുശേഷം ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന്റെ അടുത്ത വലം കൈയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉമർ ഫറൂഖിനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് പുൽവാമ ആക്രമണം ഉണ്ടായത്.
അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഭാരത സൈന്യം തിരിച്ചടിച്ചു. അതിന്റെ ഒരു തിരിച്ചടി എന്ന രീതിയിലാണ് ഇന്നലെ ഡൽഹിയിൽ ഉണ്ടായ ഈ ബോംബ് സ്ഫോടനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീവ്രവാദ പ്രവർത്തനത്തിന് ഒരു സ്വഭാവമുണ്ട്. അവരുടെ ചാവേർ ആക്രമണത്തിന് പറയുന്ന പേര് ഫിദായിൻ എന്നാണ്. ഫിദായിൻ. ഈ ഫിദായിൻ ഒരു പ്രത്യേകത, രണ്ട് രീതിയിലുള്ള ഫിദായിൻ അഥവാ ചാവേർ ആക്രമണമാണ് ഈ ജെയ്ഷെ മുഹമ്മദ് നടത്തുന്നത്. ഒന്നാമത്തേത് ബോംബുമായി ചെന്ന് ശത്രുവിനെ നശിപ്പിച്ച് സ്വയം ഇല്ലാതാകുക. അതാണ് ഇന്നലെ ഡൽഹിയിൽ കണ്ട ചാവേർ ആക്രമണം. ബോംബുമായി ചെന്ന് ശത്രുവിനെ നശിപ്പിച്ച് ശത്രുവിനോടൊപ്പം എല്ലാ അപരമത വിശ്വാസികളെയും മറ്റു മതവിശ്വാസികളും ആ ടാർഗറ്റിൽ വരാം. അവരെ കൊല്ലുന്നതിനോടൊപ്പം തന്നെ സ്വയം പൊട്ടിത്തെറിക്കുന്ന സംവിധാനമാണ് ഒന്നാമത്തേത്. രണ്ടുമായിട്ട് ആയുധവുമായി ചെന്ന് ഏറ്റുമുട്ടലിൽ കൂടി എതിരാളികളെ കൊല്ലുക. ചിലപ്പോൾ ആ ആക്രമണത്തിൽ ഇവരും വധിക്കപ്പെടാം. അതായിരുന്നു നമ്മൾ പാർലമെന്റ് ആക്രമണവും പത്താൻകോട്ട് ആക്രമണവും കണ്ടത്. അപ്രകാരമുള്ള ആ ഏറ്റുമുട്ടൽ കൂടിയായിരുന്നു. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഈ ഭീകരവാദം എന്തുകൊണ്ടാണ്, ഇതിന്റെ രാഷ്ട്രീയപരമായ ലക്ഷ്യം എന്താണ്? ശ്രീ ഒ അബ്ദുള്ള സാർ എന്ത് വിചാരിച്ചാലും ഈ ഭാരതത്തിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ ഭാരതം, നമുക്കറിയാം, അഖണ്ഡ ഭാരത സങ്കല്പമുണ്ട് ഈ ഭാരതത്തിന്. 1300 എന്റെ സങ്കല്പം, ഞാനൊരു ഹിന്ദു. ഞാൻ പറയട്ടെ, താങ്കൾ സംസാരിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. തീർച്ചയായിട്ടും ഈ ഭാരതത്തിനെ പല കാലത്തും വെട്ടിമുറിച്ചിട്ടുള്ള ഇസ്ലാമിക ശക്തികൾ തന്നെയാണ്. 1307 അദ്ദേഹം വെറുതെ സംസാരിച്ചു. അദ്ദേഹം ഇത്ര നല്ല ഗോൾ അടിച്ചിരുന്നായിരുന്നു. ശ്രീ ആരിഫ് മുഹമ്മദ് പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിച്ചു. ഞാൻ പറയുന്നത് ഈ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്തതാണ് ഇസ്ലാമിന്റെ വലിയ പ്രത്യേകത. താങ്കളിലേക്ക് ഞാൻ വരും, അപ്പൊ പറയാം പ്ലീസ്. 1378 ഗാന്ധാര ദേശം എന്ന് പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ ഈ ഭാരതാംബയിൽ നിന്ന് വേർപെട്ടു പോയതിന്റെ കാരണം ഇസ്ലാമിക വിശ്വാസം തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കൂ, 1761 അഫ്ഗാനിസ്ഥാൻ ഭാരതത്തിൽ നിന്ന് വേർപെട്ടു പോയി. 1378 ഇറാൻ ഒരു കാലത്ത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു, അതും ഇല്ലാതായി. 1947 ഭാരതത്തിനെ വീണ്ടും വെട്ടിമുറിച്ചത് ഇസ്ലാമിന്റെ പേരിൽ തന്നെയായിരുന്നു. നിരാഷ്ട്രവാദം വന്നത് ഇസ്ലാമിക വിശ്വാസികൾക്ക് ഒരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞു തന്നെയായിരുന്നു. 1947 പാകിസ്ഥാനായി. 1971 ആയപ്പോഴേക്കും ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യമുണ്ടായി. അത് ഭാരതത്തിന്റെ തന്നെ ഭാഗമായിരുന്നല്ലോ ഒരു കാലത്ത്. അത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം കാരണം ആ രാജ്യവും ഉണ്ടായി. അതിനുശേഷം 1990കളിൽ ഇസ്ലാമിക വിശ്വാസികളുടെ ഇസ്ലാമിക തീവ്രവാദ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ആശയമായിരുന്നു കാശ്മീരിനെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രം ഉണ്ടാക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഈ രാഷ്ട്രത്തിനെ, ഭാരതാംബയെ വെട്ടിമുറിച്ചതിന്റെ നാൾവഴികൾ 1, 2, 3, 4, 5 എന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ എല്ലാം പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക ശക്തി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാ കാലത്തും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. ഇന്ന് പലതരത്തിലുള്ള ജിഹാദുകളാണ്. ഏകദേശം 60-70 തരത്തിലുള്ള ജിഹാദുകൾ ഭാരതത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഡ്രഗ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, ഏറ്റവും അവസാനം ഡോക്ടർ ജിഹാദ് വരെ ഇന്നലെ കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകും? ഒരു ഇസ്ലാമിക വിശ്വാസിയായ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രൊഫഷൻ നല്ലവരുണ്ടാകാം. ഈ ലോകത്തുള്ള തീവ്രവാദികൾ എല്ലാവരും മുസ്ലിങ്ങളാണെന്ന്, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് എനിക്കൊന്നും അഭിപ്രായമില്ല. പക്ഷെ ലോകത്തുള്ള മഹാഭൂരിപക്ഷം തീവ്രവാദികളും ഇസ്ലാമിക വിശ്വാസക്കാരാണ്. കുറച്ചു നാളിന് മുമ്പ് ശ്രീ ആരിഫ് ഹുസൈൻ അറിയാം, ശ്രീലങ്കയിൽ ഒരു പള്ളിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായതിനു ശേഷം നടന്ന അന്വേഷണം എത്തിയത് ഒരു ഡോക്ടറിലേക്കാണ്. ആ ഡോക്ടറിൽ നിന്ന് പിടിച്ചെടുത്തത് എന്തായിരുന്നു? ഗർഭനിരോധന മരുന്നുകളായിരുന്നു. അവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അതെന്നാണ് അക്കാലത്ത് പുറത്തു വന്ന വാർത്തകൾ. ഈ സമയത്ത് നമ്മൾ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ എങ്ങനെ വിശ്വസിച്ച് ഈ മതേതരത്വ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? നമ്മൾ ശ്രദ്ധിക്കണം, ധാരാളം ജിഹാദുകൾ വരികയാണ്. കേരളത്തിൽ പോലും ഏറ്റവും അവസാനം ഒരു ജിഹാദ് വന്നു. ആ ജിഹാദ് പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പേര് ആൽ ജിഹാദ് എന്നാണ്. ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരമാണ്, ഒരു വൃക്ഷമാണ് ദേവവൃക്ഷമായിട്ടുള്ള ആൽമരം. പ്രധാനപ്പെട്ട തെരുവുകളില്, പ്രധാനപ്പെട്ട മുക്കവലകളിലും നാൽക്കവലകളിലും ക്ഷേത്രങ്ങളോട് അനുബന്ധമായി നിൽക്കുന്ന ധാരാളം ആൽമരങ്ങൾ നിപ്പിൽ ഉണങ്ങിപ്പോകുന്നുണ്ട്. അതും ഒരു ജിഹാദ് തന്നെയാണെന്നാണ് അതിന്റെ പിന്നിലുള്ള അന്വേഷണം നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ആൽമരം നശിച്ചാൽ അത്രയും അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെന്ന ചിന്താഗതി വെച്ചു പുലർത്തുന്ന ചില വിഭാഗം ആൾക്കാർ ഇന്ന് ഈ കേരളത്തിൽ പോലുമുണ്ട്. അതുകൊണ്ട് ഈ തീവ്രവാദ പ്രവർത്തനത്തിനെ വെള്ളപൂശാൻ വേണ്ടി ഈ രാഷ്ട്രീയക്കാർ പറയുകയാണ് ഭാരതത്തിന്റെ മൊത്തം സംവിധാനങ്ങൾ തകർന്നത് കൊണ്ടാണ്, ബീഹാർ ഇലക്ഷന് വേണ്ടിയാണ്. ആ ബീഹാർ ഇലക്ഷന് വേണ്ടിയായിരുന്ന കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഉണ്ടാകണമല്ലോ. ഇന്ന് വന്ന് എക്സിറ്റ് പോളുകളെല്ലാം കാണിക്കുന്നതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം അവിടെ ജയത്തിന്റെ പാതയിലേക്ക് എത്തുമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് തീവ്രവാദികൾ എല്ലാവരും തന്നെ വൈറ്റ് കോളർ ആയിരിക്കാം.
പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരവാദികളെല്ലാം ഈ ഗ്രീൻ കോളറിന്റെ ഉടമസ്ഥര് തന്നെയാണ്. അത് പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് ആരെയും വിശ്വസിക്കാൻ ഒക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആരാണ് തീവ്രവാദി അല്ലാത്തവൻ, ആരാണ് ഭീകരവാദി അല്ലാത്തവൻ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ വിവാദമുണ്ടായല്ലോ. ഒരു കുട്ടിയെ ആ മുസ്ലിം യൂണിഫോം ഇട്ടുകൊണ്ടൊരു സ്കൂളിലേക്ക് വന്നപ്പോൾ അതിനുശേഷം എന്തൊക്കെയായിരുന്നു. അതേപോലെ തന്നെ പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ആ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ചല്ലോ. ആ പേരുകൾ വായിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നാളെയിലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകേണ്ട കുഞ്ഞുങ്ങളാണ് ഈ മരണപ്പെട്ടു പോയത്. ആ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതിൽ നമുക്കും വിഷമമുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണോ ഇസ്ലാം ശ്രമിക്കേണ്ടത്? ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വശാസ്ത്രം ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞതുപോലെ സമാധാനത്തിന്റെ പാതയൊന്നുമല്ല. ഈ തർക്കം വേണ്ട എന്ന് വെച്ച് ഞാനും ശ്രീ ആരിഫ് ഹുസൈൻ ആദ്യമേ അങ്ങ് വിടവാങ്ങി. ഞാനും പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ബൈബിളിലെ കൃത്യമായി ബൈബിളിന്റെ അടിസ്ഥാന പ്രമാണം തന്നെ അരാജകത്വമാണ്. എതിർ വിഭാഗത്തിലുള്ള ആൾക്കാരെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഈ ഖുറാന്റെ അടിസ്ഥാന പ്രമാണം. ആ ഖുറാന്റെ അടിസ്ഥാന പ്രമാണത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചെറുപ്പകാലത്ത് എനിക്കിതിന് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ തലച്ചോറ് ഒരു ക്ലീൻ സ്ലേറ്റ് ആണ്. 2-3 വയസ്സ് പ്രായമുള്ള കുട്ടികളെ മദ്രസ വിദ്യാഭ്യാസത്തിന് വിടുന്നതോടുകൂടി ഇവർ തീവ്രവാദത്തിലേക്ക് മാറുകയാണ്. അവരുടെ ഒന്നുമല്ലാത്ത ആ ക്ലീൻ സ്ലേറ്റ് ആയ തലച്ചോറിലേക്ക് ഈ ഭീകരവാദത്തിന്റെ വിഷവിത്തുകൾ ആ സമയത്ത് തന്നെ പാകപ്പെടുകയാണ്. അപ്രകാരം പാകപ്പെടുമ്പോൾ അത് പ്രായം ചെല്ലുന്തോറും ആ വിത്ത് വളർന്ന് 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 ഡോക്ടർമാരായാൽ പോലും ഇത് അവരുടെ തലച്ചോറിൽ നിന്നും മാറുന്നില്ല. അതുകൊണ്ട് ഭാരതത്തിലുള്ള ഈ മദ്രസ വിദ്യാഭ്യാസത്തിനെ പറ്റി ഒരു പുനരവലോകനം ഈ ആവശ്യമായ കാലഘട്ടമാണ് ഈ ഉണ്ടായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തീവ്രവാദം വൈറ്റ് കോളർ അല്ല, ഭീകരവാദം ഗ്രീൻ കോളർ തന്നെയാണ്.